തീർച്ചയായും കലാലയ സമൂഹം ഈ പരിപാടിയെ മുൻനിർത്തി വലിയ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാലുഷ്യങ്ങളുടെയും ഉൾക്കലക്കങ്ങളുടെയും കാലത്ത് സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന വേദികളാണ് സാഹിത്യത്തിൻ്റെയും കലയുടെയും എല്ലാം സംഗമ വേദികളായിട്ടുള്ള സാഹിത്യോത്സവങ്ങളും കലോത്സവങ്ങളും. നമ്മുടെ സമൂഹത്തിലെ വന്യവാസനകളെയും ഹിംസാത്മകമായിട്ടുള്ള ചിന്തകളെയും എല്ലാം സ്ഫുടം ചെയ്തെടുക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്നവയാണ് കലയും സാഹിത്യവും എല്ലാം എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. അരിസ്റ്റോട്ടിലിന്റെ കാലം മുതൽ കലയും സാഹിത്യവും ഒക്കെ സമൂഹത്തിൽ നിർവഹിക്കുന്നത് ഒരുതരം വിമലീകരണ പ്രക്രിയയാണ് എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അരിസ്റ്റോട്ടിലിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചിട്ടുള്ള സാഹിത്യ കലാ സൈദ്ധാന്തികരും കലയുടെയും സാഹിത്യത്തിൻ്റെയും സാമൂഹ്യ ധർമ്മത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് നിലനിർത്തി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുന്നത് വളരെ ഉചിതമായ കാര്യമായിരിക്കുമെന്ന് കരുതുകയാണ്. രാജ്യത്ത് ജനിച്ച് വളർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ മനുഷ്യരും ഈ രാജ്യത്തിന് അവകാശികളാണ് എന്ന ആ സന്ദേശത്തിന് ഏറ്റവും പ്രസക്തി ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് ഇത്. അതുകൊണ്ട് സാമൂഹ്യ സാഹോദര്യത്തിൻ്റെയും അപര പരിഗണനയുടെയും മഹത്തായ സന്ദേശങ്ങൾ എന്നും ഉരുക്കഴിച്ചിട്ടുള്ള കേരളത്തിൽ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി തീരണം എന്ന് നമ്മൾ എക്കാലത്തും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആ പ്രാർത്ഥന അത് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം കൂട്ടായ്മകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കരുത്ത് പകരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. നമ്മുടെ ജർമ്മൻ എഴുത്തുകാരനും നാടക പ്രവർത്തകനുമൊക്കെ ആയിരുന്ന ബെർട്ടോൾഡ് ബ്രെഹ്റ്റ് പറഞ്ഞ പോലെ ഇരുണ്ട കാലത്തും പാട്ടുണ്ടാകുമോ? ഉണ്ടാകും. ഇരുണ്ട കാലത്തിൻ്റെ പാട്ട്. ഇരുണ്ട കാലത്തിൻ്റെ പാട്ടുകാരാവാൻ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാരും ഈ സാഹിത്യോത്സവത്തിലൂടെ ഊർജ്ജസ്വലരായ പടയാളികളായി തന്നെ നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യ ബോധവും ഒക്കെ സംരക്ഷിക്കുന്ന കാവലാളുകളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലെല്ലാം മികവിൻ്റെ പാതയിലൂടെ മുന്നേറിക്കൊണ്ട് നാക് പരിശോധനയുടെ ഭാഗമായി A+ നേടിയ കലാലയ സമൂഹത്തെ അതിനെ മുൻനിർത്തിക്കൂടി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നാക് A+ന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.